ഞങ്ങൾ തീർച്ചയായിട്ടും മത്സരിക്കും. ആ തരത്തിലേക്ക് ഇന്ന് പി വി അൻവറിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം നിലമ്പൂരിലെയും അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ പരിസര പ്രദേശത്തുമുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്കാണ് അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ആവശ്യം പി വി അൻവർ അംഗീകരിക്കും, ആ ആവശ്യം പി വി അൻവർ ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. പിണറായിസം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള പോരാട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ കേരളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. പിന്നീട് ഇപ്പോൾ താങ്കൾ ഉദ്ദേശിച്ച മാതിരി ഇപ്പോൾ സതീശനിശം എന്നൊക്കെ പറഞ്ഞത്, അത് ഞങ്ങൾ യു ഡി എഫിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സം നിന്ന കോൺഗ്രസ്സിൽ ചില ശക്തികളുണ്ട്. 4-5 മാസമായിട്ട് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അത് യു ഡി എഫിനോടൊപ്പം നിന്നിട്ടാണ് ഞങ്ങൾക്ക് പൊതുജന സമക്ഷം അവതരിപ്പിക്കാനുള്ളത് എന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗമാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ളൊരു കത്ത് നൽകിയത്. ആ കത്ത് അനുഭാവപൂർവം പരിഗണിക്കാൻ യു ഡി എഫിലെ ഘടകകക്ഷികളായിട്ടുള്ള പാർട്ടികൾ, അതോടൊപ്പം തന്നെ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം, അവരൊക്കെ തയ്യാറായ സമയത്ത് എന്തോ ചില സ്ഥാപിത താല്പര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ആളുകൾ ഉൾപ്പെടെ അത് തടയുകയാണ് ചെയ്തിട്ടുള്ളത്. ബന്ധപ്പെട്ട സമയത്ത് അത് പ്രഖ്യാപിക്കുന്നതിന് നമുക്കറിയാലോ, യു ഡി എഫിൻ്റെ അന്നത്തെ കൺവീനർ 5 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പി വി അൻവറിനെ മുന്നണിയിലെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം അനൗൺസ് ചെയ്യും എന്നുള്ള പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രീസുഖു പറഞ്ഞവസാനിപ്പിച്ചാണോ? കേൾക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? അതെ. ശരി, പക്ഷെ പിന്നീട് എന്ത് സംഭവിച്ചു? പ്രതിപക്ഷ നേതാവ് തന്നെ വഞ്ചിച്ചു, ഇനി വി ഡി സതീശൻ നയിക്കുന്ന മുന്നണിയിലേക്കില്ല എന്ന് അദ്ദേഹം തുറന്ന് പ്രഖ്യാപിക്കുന്നു. ഇതിനൊരു നയചാതുരിയില്ലേ? ഒരു പാർട്ടി അതിന്റെ നേതാവിനെ, അതിന്റെ സ്ഥാനാർത്ഥിയെ തന്നെ തള്ളിപ്പളഞ്ഞുകൊണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കാൻ പറ്റില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിനെ മത്സരിക്കാൻ കഴിയില്ല. നിങ്ങൾക്കിപ്പോൾ ഈ അസോസിയേറ്റ് പദവി പോലും വേണ്ട എന്ന് പറയുന്ന ഇടത്താണ് പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്നൊരു നിലപാടെടുക്കുന്നത്. ഒരു നയവും ചാതുരിയും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ബുദ്ധി സവിശേഷതയും കാണിക്കാതെയുള്ള പ്രവർത്തനം എന്ന നിലയ്ക്കല്ലാതെ അതിനെ കാണാൻ കഴിയുമോ? ഏത് പാർട്ടിക്കാണ്? ഒരു ഘടകകക്ഷിക്ക് പോലും പറയാൻ കഴിയില്ല ഒരു സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആരാകണം എന്ന്. അപ്പോഴാണ് പുറത്തു നിന്നുകൊണ്ട് കൽപ്പന പുറപ്പെടുവിക്കുക? അല്ല, പി വി അൻവർ യു ഡി എഫിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ വേണ്ടിയുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് കത്ത് കൊടുത്ത സമയത്ത് വരാൻ പോകുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. അതെന്താ കാണാത്തത്? പിന്നീട് യു ഡി എഫ് നിർത്തിയ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കത്ത് കൊടുത്ത് പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, പാർട്ടിയാണോ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടത്? അല്ല, അതൊരു പരസ്പര ധാരണയോടുകൂടി പോകേണ്ട കാര്യമാണല്ലോ മാധു. നമുക്കറിയാലോ, ഞങ്ങളുടെ കൂടി പിന്തുണ ഞങ്ങൾ യു ഡി എഫിൻ്റെ മുന്നണിയിലേക്ക് എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പുറകെ പോയതല്ല. ഞങ്ങൾ ഉയർത്തിയ ആ മുദ്രാവാക്യങ്ങൾ ഇവിടെ പ്രായോഗികമായി നടപ്പിലാക്കുന്നതിന് നിങ്ങളെ കൂടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് യു ഡി എഫിലെ പല കക്ഷി നേതാക്കളും അതോടൊപ്പം തന്നെയുള്ള യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടുള്ളത്. അല്ല, നിങ്ങളോടൊപ്പം നിൽക്കണമെന്നല്ലേ പറഞ്ഞുള്ളൂ, അല്ലാതെ നിങ്ങൾ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ. അവിടെ വെച്ചല്ലേ ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്ന, അല്ലെങ്കിൽ ഇന്നലെ ഒരു ദിവസം രാവിലെ മാധ്യമങ്ങളെ വിളിച്ച് പിന്നീട് ഞാൻ ഒരു ദിവസത്തേക്ക് കൂടി കാത്തിരിക്കുന്നു, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ പി വി അൻവർ ഇന്നും പറയുന്നത് ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകരുതെന്ന് ഞാൻ പറയാൻ പല കാരണങ്ങളുണ്ട്, ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ, എന്നെ കൂട്ടാതെ നിങ്ങൾ ആര്യടൻ ഷൗക്കത്തുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞാൻ പലതും വിളിച്ചു പറയുമെന്നു തന്നെയാണ്. അങ്ങനെ ഭീഷണി മുഴക്കി നിൽക്കുന്ന ഒരു ഇരുതല മൂർച്ചയുള്ള വാളെടുത്ത് ആരെങ്കിലും സ്വന്തം കക്ഷത്തിൽ വെക്കുമോ? അല്ല, ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫ് എനിക്ക് കേൾക്കാം, അങ്ങ് പറഞ്ഞോളൂ. കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ച് യു ഡി എഫിൽ എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊന്നും ഇനിയിപ്പോൾ ഞങ്ങൾക്കില്ല.
ഞങ്ങളുടെ നിയോജക മണ്ഡലം കമ്മിറ്റി യോഗം ചേർന്ന് ആ നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീ PV അൻവറിനോട് മത്സരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. അതിനുശേഷം ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, ആ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും PV അൻവർ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ഇതിനകം തീരുമാനിച്ചിട്ടുണ്ടോ? PV അൻവർ മത്സരിക്കുമോ, അതോ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്ന് മറ്റൊരാൾ മത്സരിക്കുമോ, അതോ നിങ്ങൾ UDF മനസാക്ഷി വോട്ട് ചെയ്യുമോ? ഞങ്ങൾ തീർച്ചയായിട്ടും മത്സരിക്കും. ആ തരത്തിലേക്ക് ഇന്ന് PV അൻവറിൻ്റെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിന് ശേഷം, ആ പത്രസമ്മേളനത്തിന് ശേഷം നിലമ്പൂരിലെയും അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ പരിസര പ്രദേശത്തുമുള്ള ആളുകളുടെ ഒരു കുത്തൊഴുക്കാണ് അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ആവശ്യം PV അൻവർ അംഗീകരിക്കും, ആ ആവശ്യം PV അൻവർ ഉൾക്കൊള്ളും എന്നുള്ള വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്പോഴും ഉള്ളത്. ശരി ശരി ശ്രീ യേസുഗു, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം. അപ്പോൾ PV അൻവർ മത്സരിക്കുമെന്ന് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇപ്പോഴും തീരുമാനിക്കുന്നത്. അത് സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ബാക്കി എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.